നിലനിൽക്കുന്നതിൽ എന്ത് മാറ്റം വേണമെങ്കിൽ വരുത്താൻ അതിന് സാധിക്കും. അതിന് ഒരാളുടെ തീട്ടൂരവും വേണ്ട, ഒരാളുടെ സഹായവും വേണ്ട. ഈ പ്രപഞ്ചം രചിക്കുന്നതിന് മുൻപ് രചയിതാവ്, ആ രചയിതാവ് ശക്തിയുണ്ടല്ലോ, അതിന് എന്തുണ്ടായിരുന്നു കയ്യിൽ? ഒന്നുമില്ല, ശൂന്യമായിരുന്നു. ആ ശൂന്യത്തിൽ നിന്നാണ് ഈ പൂർണ്ണ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇല്ലായ്മയിൽ നിന്നല്ലേ ഉണ്ടാവുന്നത്? അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റവും അത് രചിക്കുന്നതാണ്. അപ്പൊ ആ ശക്തി അതിൽ അന്തർഗതമാണ്. അപ്പൊ സുഖദുഃഖങ്ങൾ അസത് ലക്ഷണത്തോടു കൂടിയതായാലും അതിൻ്റെ അധിഷ്ഠാനമാകട്ടെ സല്ലക്ഷണത്തോടു കൂടിയതാണ്. ഇത് നല്ല പോലെ മനസ്സിലാക്കുക. മഹാത്ഭുത അനിർവചനീയ രൂപ. ഇനി നമുക്ക് 17ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. അപ്പൊ സുഖദുഃഖങ്ങൾ അസത്താണെന്ന് പറഞ്ഞു. അപ്പൊ സുഖദുഃഖങ്ങൾ അസത്താണെങ്കിൽ അപ്പൊ പ്രകാശിക്കണത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തതം വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തതം വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. അർജുനന്റെ മുൻപിലുള്ള രംഗം എന്താ? മഹാഭാരത യുദ്ധം. എത്ര ആളുണ്ട് അവിടെ? 45 ലക്ഷം പടയാളികൾ, സഹായിക്കാനുള്ളവർ വേറെയും. ആ 45 ലക്ഷത്തിൽ 10 ഒഴികെ എല്ലാവരും കൊല്ലപ്പെടാൻ പോവാണ്. എത്ര ദിവസം കൊണ്ട്? 18 ദിവസം കൊണ്ട്. അപ്പൊ മഹാഭാരത യുദ്ധം, കുരുക്ഷേത്രം എന്ന് പറഞ്ഞാൽ നാശഗർത്തം. അപ്പൊ ആ നാശപ്രതീതി ഇതാണല്ലോ മനുഷ്യനെ അർജുനനെ തളർത്തിയത്. ആ അർജുനനിപ്പോ നാശം എന്നുള്ള നില മാറ്റി അവിനാശി എന്നുള്ള ബോധം അർജുനന്റെ മനസ്സിൽ ജനിപ്പിക്കണം. മരിക്കുമല്ലോ, പോകുമല്ലോ, വീഴുമല്ലോ, അത് മഹാപാപമല്ലേ, കൊടുംപാപമല്ലേ, ഞാൻ എങ്ങനെ ചെയ്യും? എൻ്റെ ഗുരുവിനെയും മുത്തശ്ശനെയും എല്ലാവരെയും കൊല്ലേണ്ടി വരുമല്ലോ, ഈ മഹാപാപമാണല്ലോ മനസ്സിൽ. അത് മനസ്സിലാണ് ഉദിക്കുന്നത്. സംഭവം നടക്കാൻ പോണേ ഉള്ളൂ. മനസ്സിപ്പോൾ തന്നെ തീ പിടിച്ചു. ആ തീ കെട്ടണയ്ക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, മനസ്സിന് വെള്ളമൊഴിക്കണം. മനസ്സിൽ നല്ല പോലെ പമ്പ് ചെയ്ത് വെള്ളമൊഴിച്ചു കൊടുക്കണം. ആ വെള്ളമാണ് ഈ ഒഴിക്കുന്നത്. അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തതം വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. അർജുന, നീ ഈ ശരീരത്തിനെ നോക്കി, ഇവരെല്ലാവരും യുദ്ധത്തിന് വിധേയമാവൂല്ലോ, കൂർത്തുമൂർത്ത ശരങ്ങൾ ഇവരുടെ മേൽ പ്രയോഗിക്കേണ്ടി വരില്ലേ, പ്രയോഗിച്ച എല്ലാവരും നശിക്കൂല്ലോ എന്നാണല്ലോ നിന്റെ മനസ്സിലുള്ള വിചാരം. അത് മനസ്സിലാക്കിക്കോളൂ. എല്ലാം കൂടി ഇവിടെ ഒരു സത്തേ ഉള്ളൂ, അത് അവിനാശിയാണ്. ആ സത്ത് ഈ സുഖവുമല്ല ദുഃഖവുമല്ല, സുഖദുഃഖം രചിക്കുന്ന അധിഷ്ഠാനമാണ് സത്ത്. ആ അധിഷ്ഠാനത്തിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? അതിനെയല്ലേ നമ്മൾ ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഞാൻ സുഖി, ഞാൻ ദുഃഖി, ഞാൻ ഭയന്നവൻ, ഞാൻ നിർഭയൻ. ഇങ്ങനെ തിരിച്ചും മറിച്ചും നമ്മൾ പറയുന്നതിൽ ഞാനും എന്തെങ്കിലും മാറ്റമുണ്ടോ? അയ്യോ, ഞാൻ വലിയ പണക്കാരനായിരുന്നു, എൻ്റെ കയ്യിലുള്ള പണമൊക്കെ പോയി, ഞാനിപ്പോൾ ദരിദ്രനായി. അപ്പൊ പണക്കാരനായതും ഞാനാ, ദരിദ്രനായതും ഞാനാണ്. ഈ പണവും ദാരിദ്ര്യവും അവിടെയാണ് മാറ്റം, ഞാനിൽ മാറ്റമില്ലല്ലോ. ആര് പണക്കാരനായിരുന്നു ആ ഞാൻ തന്നെയാണ് ഇപ്പോൾ പിച്ചക്കാരനായത്. അപ്പൊ ഈ പിച്ചക്കാരനും പണക്കാരനും ഞാന് ബാധിക്കുന്നതല്ല, എന്നാൽ ബാധിക്കണമെന്നൊരു തോന്നലുണ്ടല്ലോ, അതാണ് നമുക്കുള്ള പെശക്. നമ്മൾ ആ മാറുന്ന പണക്കാരനും പിച്ചക്കാരനെ കണിക്കാക്കുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ന് പറഞ്ഞ് രണ്ടിനെയും ഒരുപോലെ ഘടിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. അതിനെ നമ്മൾ ചിന്തിക്കണില്ല. അത് ചിന്താവിഷയമാണ്, അന്വേഷണ വിഷയമാണ്, വിചാര വിഷയമാണ്, ജിജ്ഞാസാ വിഷയമാണ്. അധ്യാത്മം എന്ന് പറഞ്ഞാൽ എന്താ? ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ ഉൾക്കലവറകൾ തുറന്നെടുത്ത് അന്തരാത്മാ എന്ന് പറയുന്ന നിരന്തര പ്രകാശത്തെ അങ്ങോട്ട് തുറപ്പിച്ച് കാണണം. അതാണ് അധ്യാത്മം. പുറത്ത് കാണാനുള്ളതാണ് കണ്ണ്. ആ കണ്ണുകൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഉൾക്കണ്ണ് ബുദ്ധി കൊണ്ട് അപ്പൊ ചൂണ്ടിക്കാണിക്കുകയാണ്. അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തതം. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും നമ്മുടെ ശരീരമടക്കം എന്തിനാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ അതാണ് അവിനാശി അർജുന. ഈ കാണുന്നതൊക്കെ വിനാശികളാണ്, നശ്വരങ്ങളാണ്. ആ നശ്വരങ്ങളിൽ
സുഖദുഃഖങ്ങളിൽ രണ്ടിലും വ്യാപിച്ചു കിടക്കുന്ന താൻ എങ്ങനെയോ അതുപോലെ ഈ പ്രപഞ്ച വസ്തുക്കൾ, മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ച വസ്തുക്കളിൽ മുഴുവനും വ്യാപിച്ചിരിക്കുന്ന ഒരു സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യമാണ് അവിനാശി. അത് എത്ര എണ്ണുണ്ട്? ഒന്നേ ഉള്ളൂ. വസ്തുക്കളോ അനവധിയാ. അവിനാശിതു തദ്വിദ്ധി, അതിനെ അവിനാശിയായി മനസ്സിലാക്കൂ അർജുന. ഏന, എന്തിനാലാണോ സർവമിതം തതം, ഈ കാണുന്നത് മുഴുവനും തതം വ്യാപ്തം, വ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ കാണുന്നത് മുഴുവൻ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുന്നതാണ് ഈ ലോകം. അപ്പൊ ഇന്ദ്രിയഗ്രാഹ്യമായി എന്തെല്ലാം ഉണ്ടോ അതിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഒരു സാധനമുണ്ട്, ഒരു സാന്നിധ്യമുണ്ട്. അത് അവിനാശിയാണ്. മറ്റതോ നശ്വരങ്ങളാണ്. നീ കൊല്ലേണ്ട ആവശ്യമില്ല. ഇവരെ എല്ലാവരെയും വിട്ടേക്കൂ. ഈ ക്ഷത്രിയന്മാരൊന്നും അവരുടെ ശരീരം വീഴും. ഒന്നുകിൽ ഇവിടെ പടയിൽപ്പെട്ട് പടയാളികളുടെ ശരമേറ്റ് അവിടെ അങ്ങോട്ട് വീഴും, അല്ലെങ്കിലോ അവരവരുടെ കട്ടിൽ കിടന്നവർ മരിക്കും. ശരീരം എന്ന് പറഞ്ഞാൽ അത് നശിക്കാനുള്ളതാണ്. ശരീരിക്ക് മാത്രമേ നാശമില്ലായുള്ളൂ. വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. അവ്യയസ്യ അസ്യ വിനാശം കർത്തും ന കശ്ചിത് അർഹതി. നാശമില്ലാത്ത അവ്യയമായിരിക്കുന്ന ആ ഉൾച്ചേതനയെ, ആ ശുദ്ധബോധത്തെ, പരമാത്മാവിനെ ഒരാൾക്കും നശിപ്പിക്കാൻ പറ്റില്ല. അതിനെ തൊടാൻ പറ്റില്ല. ഒരു വിധത്തിലും അതിൽ ഈ പ്രപഞ്ചത്തിൽ നിന്ന് സ്പർശം ബാധയേൽക്കില്ല. ഈ ലോകത്തിലെല്ലാം കൂടി എന്തൊക്കെയുണ്ട്? പഞ്ചഭൂതങ്ങളുണ്ട്. ആ പഞ്ചഭൂതങ്ങൾക്ക് ഓരോന്നിന് ഓരോ തരത്തിലാണ് ഡെൻസിറ്റി. ഭൂമി ഖരം, വെള്ളമോ ദ്രവം, വായുവോ വാതം, അഗ്നിയോ ഊർജം, ആകാശമോ ഇതൊന്നുമല്ലാത്ത സർവവ്യാപിയായ ഒരു വിശേഷം. ഈ 5 ഭൂതങ്ങളെ ഈ പ്രപഞ്ചത്തിലുള്ളൂ. ഈ 5 ഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ വസ്തുക്കളാണ് ഇവിടെ. ആ വസ്തുക്കൾ ഒന്നിനും തന്നെ ഈ സർവവ്യാപി, എല്ലാറ്റിലും വ്യാപിച്ചു കിടക്കുന്ന ഉൾപ്രകാശമുണ്ടല്ലോ, അതിനെ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ നിന്റെ ദുഃഖം എന്താണതിന് കാരണം? ആരെ കൊല്ലുന്ന നീ പറയുന്നത്? ആര് നശിക്കുന്ന ഈ പറയുന്നത്? ഇവിടെ അവിനാശി മാത്രമേ ഉള്ളൂ. ആ അവിനാശിയുടെ സ്ഫുരണമാണ് ഈ നശ്വരത. ഈ നശ്വരത എന്ന് പറയുന്നത് അഗ്നിയുടെ ദാഹക ശക്തി പോലെ പരമാത്മാവിൻ്റെ പ്രകടന വിശേഷമാണ് ഈ നശ്വരത. നശിക്കുന്നത് ഉള്ളപ്പോഴല്ലേ അനശ്വരമായ ഒരു അധിഷ്ഠാനത്തിനെ പറ്റി അന്വേഷിക്കാനോ ഗ്രഹിക്കാനോ പറ്റൂ. ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നശ്വരമായ ഒരു സാധനം ഉള്ളപ്പോഴല്ലേ എന്താണ് ഈ നശ്വരം, അതെങ്ങനെ നിൽക്കണമെന്ന് അന്വേഷിച്ച് അതിൻ്റെ അധിഷ്ഠാനമായ അനശ്വര പ്രഭാവത്തെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അനശ്വരതയെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് അതിൻ്റെ ഓപ്പോസിറ്റ്, വിപരീതമായ നശ്വരത പ്രകടമാകുന്നു. നിങ്ങൾ ആരെങ്കിലും വാഹനത്തിൽ പോകുമ്പോൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ വാഹനത്തിൻ്റെ ചക്രം ഇങ്ങനെ നീങ്ങി നീങ്ങി ഉരുണ്ട് നീങ്ങുക. അത് ഉരുണ്ട് നീങ്ങണമെങ്കിൽ ഉരുളാതെയും നീങ്ങാതെയുമുള്ള ഒരു റോഡ് അവിടെ വേണം, അല്ലെങ്കിൽ അത് ഉരുളോ. നശ്വരത സ്ഫുരിക്കണമെങ്കിൽ ആ നശ്വരതയെ സാധ്യമാക്കുന്ന ഒരു അനശ്വര അധിഷ്ഠാനം അതിൽ വേണം. ആ അധിഷ്ഠാനത്തിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ നശ്വരത മുഴുവനും. അപ്പൊ നശ്വരത ഇവിടെ വിജ്ഞാപകവും പൂരകവുമാണോ, അതോ ഗ്രഹപ്പഴയും ആവലാതിയുമോ? എന്തിനാണ് ഈ പ്രപഞ്ചം നശ്വരമായിരിക്കുന്നത്? അതിൻ്റെ അധിഷ്ഠാനമായ അനശ്വരതയെ വെളിപ്പെടുത്താൻ. ലോകം മുഴുവൻ എന്തിനുണ്ടായി? ഈശ്വരനെ വെളിപ്പെടുത്താൻ. ഈ ലോകത്തിൽ എവിടെ വേണമെങ്കിൽ നോക്കിക്കോളൂ, എല്ലാം മൂകസ്വരത്തിൽ നമ്മളോട് പറയുകയാണ്, അതേ നോക്കൂ, നിങ്ങൾ ഈ നോക്കിക്കാണുന്നില്ലേ ഈ ഭൂമി? ഇതിൻ്റെ ഉള്ളിൽ സ്ഫുരിക്കുന്നത് പരമാത്മാവാണ്, പരമേശ്വരനാണ്. ഈ പരമേശ്വരൻ തന്നെയാണ് വെള്ളത്തിൻ്റെ അടിയിലും കാറ്റിൻ്റെ ഉള്ളിലും അഗ്നിയുടെ ഉള്ളിലും ആകാശത്തിലും ചെറുതിലും വലുതിലും. അണോരണീയാൻ മഹതോ മഹീയാൻ. അണുവിനേക്കാൾ ആണവികമാണത്, അതിസൂക്ഷ്മമാണ്. മഹതോ മഹീയാൻ, മഹത്തിനേക്കാൾ മഹത്താണ്. ആ രണ്ടിൻ്റെ വിശേഷണം നോക്കിക്കോളൂ. അങ്ങനെ വിശേഷപ്പെട്ട ഒന്നാണിത്. അതിനെ വെളിപ്പെടുത്തുന്നതാണ് ഈ പ്രപഞ്ചം. ഭഗവാൻ അനന്തമാണെന്ന്, അനന്തനാണെന്ന് എങ്ങനെ മനസ്സിലാവണു? അനന്ത പ്രപഞ്ചത്തിനെ കണ്ടിട്ട്. അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാസ്യ ജന്തോഹോ
നിഹിതോ ഗുഹായാം നിഹിതോ ഗുഹായാം അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാസ്യ ജന്തോർ നിഹിതോ ഗുഹായാം. ആ ആത്മാവിനെ വർണ്ണിക്കുന്നതാണ്, പരമേശ്വരനെ വർണ്ണിക്കുകയാണ്. അണുവിനേക്കാൾ ആണവികം, മഹത്തിനേക്കാൾ എത്രയോ മഹത്തരം. ആ പ്രഭാവത്തിനെ വെളിപ്പെടുത്താനാണ് ഈ സീമാതീതമായ പ്രപഞ്ചം ഇവിടെ ഉള്ളത്. സീമാതീതമായ പ്രപഞ്ചം ഇവിടെ ഉള്ളത്. അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തതം വിനാശം അവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. അതിനെ നശിപ്പിക്കാനല്ലോ ഒരാൾക്കും സാധിക്കില്ല. ശങ്കരാചാര്യൻ എഴുതി ചേർത്തിരിക്കുന്നു ഈശ്വരോപീന്ന്. ഈശ്വരനെ നശിപ്പിക്കാൻ പറ്റില്ല അത്രേ. നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഒരു ഭഗവാൻ ഭഗവാൻ, ആ ഭഗവാന് ഈ ലോകത്തിനെ നശിപ്പിക്കാൻ പറ്റില്ല. ഒരിക്കലും ഉള്ളതില്ലാതെയാവില്ല. പരിവർത്തനം വരാം, അത് കാര്യം വേറെ. ഒരാളെ വെട്ടിക്കൊന്നാൽ ആ ആളുടെ ശരീരം പ്രവർത്തനശൂന്യമാകുന്നതൊഴികെ ആ ആളുടെ ആൾ സത്ത, അസ്മിത, അതിനെ നശിപ്പിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതാ വെട്ടുന്ന വാളിലോ കത്തിയിലോ ആ കത്തിയുടെ ഉള്ളിലുള്ളതാണ്. അപ്പൊ കത്തി കൊണ്ട് കത്തിയുടെ ഉള്ളിലുള്ളതിനെ മുറിക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വാളുകൊണ്ട് വാളിൻ്റെ ഉള്ളിലുള്ളതിനെ വെട്ടാൻ പറ്റുമോ? കാറ്റിൻ്റെ ഉള്ളിലുള്ളതിനെ വെട്ടാൻ പറ്റുമോ? വെള്ളത്തിൻ്റെ ഉള്ളിലുള്ളതിനെ മുറിക്കാൻ പറ്റുമോ? ഭൂമിയുടെ ഉള്ളിലുള്ളതിനെ മുറിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഇതാണ് നമ്മുടെ ധാരണയുടെ ഉറപ്പ്, അറിവിൻ്റെ ഉറപ്പ്. ഒരു മനുഷ്യന് സ്ഥൈര്യം എപ്പോഴാണ് വരിക? ആ മനസ്സിന് ഈ ചിന്ത അങ്ങോട്ട് വരുമ്പോൾ, അതോ അനശ്വരം, മുറിക്കാൻ പറ്റാത്തത്, മുറിക്കാൻ പറ്റാത്തത്, അറക്കാൻ പറ്റാത്തത്, നശിപ്പിക്കാൻ പറ്റാത്തത്, ആ വിചാരം മനസ്സിൽ വരുമ്പോൾ തന്നെ നമ്മൾ അജയ്യരായില്ലോ. മനസ്സിലാണല്ലോ ഈ ഭയം. അയ്യോ അയ്യോ ഞാൻ പോവില്ലോ, ചാവൂലോ 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 എന്ന്. ആരെങ്കിലും ചെത്തത് അനുഭവം ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ലല്ലോ. പിന്നെ ചാവൂലോ എന്നുള്ളതൊരു ഭയമാണ്. ആ ഭയം മനസ്സിൽ എങ്ങനെ വരുന്നുവോ അതുപോലെ തന്നെ ഞാൻ അമരനാണ്, എനിക്ക് മരണമില്ല, 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 അമർത്യനാണ്, അമർത്യനാണ് എന്ന് നമുക്ക് പറയാൻ തോന്നും. വിനാശം അവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. അപ്പോൾ ഒരു ചോദ്യം. എന്താണ് ആ ചോദ്യം? അന്തവന്തയിമേ ദേഹാഃ നിത്യസ്യോക്താഃ ശരീരിണഃ അനാശിനോ അപ്രമേയസ്യ തസ്മാത് യുദ്ധ്യസ്വ ഭാരത. അപ്പൊ പിന്നെ ഈ യുദ്ധം എന്തിന്? ഞാൻ എന്തിന് യുദ്ധം ചെയ്യണം എന്ന് ചോദിക്കേണ്ട അർജുന. അർജുനന്റെ സംശയം മനസ്സിൽ കണ്ടുകൊണ്ട് കൃഷ്ണൻ പറയുകയാണ്. അർജുനന്റെ സംശയമല്ല, ഗീത പഠിക്കുന്നവരും ഗീതയെപ്പറ്റി ചിന്തിക്കുന്നവർക്കും എല്ലാവർക്കുമുള്ള സംശയമാണ്. അന്തവന്തയിമേ ദേഹാഃ നിത്യസ്യോക്താഃ ശരീരിണഃ അനാശിനഃ അപ്രമേയസ്യ തസ്മാത് യുദ്ധ്യസ്വ ഭാരത. കൃഷ്ണൻ എത്ര നന്നായി ഓർമ്മ വെച്ചുകൊണ്ടാണ് ഉപദേശിക്കുന്നത്. പറയണത് അധ്യാത്മം, ആവശ്യപ്പെട്ടത് ശ്രേയസ്. ആ അധ്യാത്മത്തിനും ശ്രേയസിനും വിരോധമല്ല ഈ യുദ്ധം. യുദ്ധത്തിനുള്ള സാങ്ഷൻ ഈ അധ്യാത്മ വിദ്യയിലുണ്ട് എന്നാ പറയുന്നത്. തസ്മാത് യുദ്ധ്യസ്വ, അതുകൊണ്ട് യുദ്ധം ചെയ്തോളൂ, അതുകൊണ്ട് യുദ്ധം ചെയ്തോളൂ. യുദ്ധം ചെയ്യുന്നതിന് തടസ്സമല്ല. യുദ്ധം ചെയ്യണത് മഹാപാപമാണ്. എല്ലാവരും നശിക്കുമല്ലോ എന്നാണല്ലോ പറഞ്ഞത്. ഒരാൾക്കും നാശമില്ല അവിടെ. ഈ ലോകം നാശത്തിൻ്റെ പ്രതീകമല്ല, അനശ്വരതയുടെ പ്രതീകമാണ് ലോകം. അന്തവന്തയിമേ ദേഹാഃ നിത്യസ്യോക്താഃ ശരീരിണഃ. രണ്ട് വാക്കാണ് ഇവിടെ. എന്ത്? ശരീരം, ശരീരി. നിത്യം, അനിത്യം. അന്തവന്തഃ അനന്തം. ഈ നിത്യവും അന്തവന്തയിമേ ദേഹാഃ നിത്യസ്യോക്താഃ ശരീരിണഃ അനാശിനഃ അപ്രമേയസ്യ. ഈ വിശേഷണമൊക്കെ ആരുടെയാ? ഉള്ളിലുള്ള ആ ഞാൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്ന ആത്മാവെന്തോ ആ ആത്മ അസ്തിത്വം. ആ അസ്തിത്വത്തിനെ പറ്റി പറയാണ്. അത് നിത്യമാണ്. നിത്യസ്യ ശരീരിണഃ, അത് ശരീരമല്ല, ശരീരം ഉള്ളതാണ്. ആരുടെയാണോ ശരീരം, ശരീരത്തിൽ അധിവസിക്കുന്നത് ആ ചൈതന്യം. അനാശിനഃ, അതിന് നാശമില്ല. അപ്രമേയസ്യ, അതിനെ അളന്നെടുക്കാനും പറ്റില്ല. 4 വിശേഷണമാണ് ഉപയോഗിക്കുന്നത്. നിത്യസ്യ ശരീരിണഃ അനാശിനഃ അപ്രമേയസ്യ. ഇങ്ങനെയുള്ള ആ ശരീരി ഉണ്ടല്ലോ, ശരീരത്തിൽ അധിവസിക്കുന്ന ചൈതന്യ വിശേഷം, അതിൻ്റെ ഈ ദേഹത്തിന് അന്തമുണ്ട്.
അതിൻ്റെ ദേഹത്തിന് അന്തമുണ്ട്. ഇവിടെ വരുന്നവരുടെയൊക്കെ ദേഹം ഒരു കാലത്ത് ജനിച്ചതല്ലേ? അതെ. ജനിച്ചതിന് ശേഷം ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, ഈ ദശകളൊക്കെ കടന്നു വന്നുവല്ലോ. വന്നു. അതിന് ഇനി മരണവുമുണ്ട്. മരിക്കാതെയുള്ളവരാരും ഇവിടെ ഇല്ല. ക്ഷത്രിയൻ എവിടെയാ മരിക്കുക? പടക്കളത്തിൽ വന്ന് പടപൊരുതി മരിക്കണം. അതാണ് ക്ഷത്രിയ ജീവിതത്തിൽ ശ്ലാഘ്യം. അപ്പൊ അവർക്ക് ശ്ലാഘ്യമായ ഒരു മരണം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഈ യുദ്ധം. അർജുന, നീ വിചാരിക്കുന്നത് പോലെ നരകത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടല്ല ഈ യുദ്ധം വന്നിരിക്കുന്നത്. സ്വർഗത്തിലേക്ക് നയിക്കാനാണ്. എല്ലാവരെയും ശ്ലാഘ്യരാക്കി തീർക്കാനാണ്. നമ്മുടെ പടയാളികൾ മുഴുവനും പടപൊരുതാതെ അങ്ങനെ അങ്ങോട്ട് തിന്ന് ശമ്പളം മേടിച്ചിരുന്ന മതിയാവുമോ? എപ്പോൾ യുദ്ധം ചെയ്യേണ്ടി വന്നു അപ്പോൾ പടക്കളത്തിൽ പോയി യുദ്ധം ചെയ്യണ്ടേ? അതിനല്ലേ ഞാൻ മിലിറ്ററിക്കാർ ഇവിടെ വരുമ്പോൾ ചോദിക്കും. അവർ പറയും, സ്വാമിജി, ഞങ്ങൾക്കിതിലൊരു സംശയമില്ല. ഞങ്ങൾ ഉദ്യോഗത്തിന് വച്ചത് ഈ യുദ്ധം നടത്താനാ, പടപൊരുതാനാ. അപ്പം പടപൊരുതേണ്ടി വരുമ്പോൾ ഫോർവേഡിലേക്ക് പോവില്ല എന്ന് പറയാൻ ഞങ്ങളുടെ മനസ്സ് സമ്മതിക്കില്ല. ഞങ്ങൾ നിർത്തിയിരിക്കണത് അതിനാ. അതിൽ വിഷമൊക്കെ ഉണ്ടാവും, അത് വേറെ കാര്യം. പക്ഷെ ഞങ്ങളെ ഉദ്യോഗത്തിന് വച്ചത് തന്നെ ഇതിനു വേണ്ടിയിട്ടാണ് അവർ പറയണേ. അപ്പം അവർക്ക് അതിലൊരു മടി കാണില്ല സാധാരണ നിലയ്ക്ക്. ഈ ശരീരം അന്തമുള്ളതാണ്. ആ അന്തമുള്ള ശരീരമാണ് ഇവിടെ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത്. എന്നിട്ട് ആരോടാ പടപൊരുതുന്നത്? അന്തമുള്ള ശരീരങ്ങളോട്. അപ്പം ശരീരങ്ങളും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ. അല്ലാണ്ട് ഉൾസത്ത തമ്മിലൊരു പോരാട്ടമില്ല. ഈ ശരീരത്തിന് നമ്മൾ യുദ്ധം ചെയ്താലും ചെയ്തില്ലെങ്കിലും അവസാനമുണ്ട്. ഈ പടയാളികൾ മുഴുവൻ നമ്മൾ യുദ്ധം ഉപേക്ഷിച്ച് പോയി, യുദ്ധം നടന്നില്ല എന്നുണ്ടെങ്കിൽ മരിക്കാതെ ഇന്നും ഉണ്ടാവുന്ന നിങ്ങളുടെ വിചാരം? അപ്പൊ അന്തമുള്ള ശരീരം അതിൻ്റെ അന്തം വരിച്ചോട്ടെ. ക്ഷത്രിയന്മാരായതുകൊണ്ട് യുദ്ധം വഴിക്കാണ് അതിൻ്റെ അന്തം. ആ യുദ്ധത്തിൽ ഒരു തെറ്റുമില്ല എന്നാണ് കൃഷ്ണൻ പറയുന്നത്. അന്തവന്തൈമേ ദേഹാഹ നിത്യസ്യോക്താ ശരീരിണഃ അനാശിനോ പ്രമേയസ്യ തസ്മാത് യുദ്ധസ്വ ഭാരത. പക്ഷെ എന്തു വേണം ആ യുദ്ധം ചെയ്യുന്ന സമയത്ത്? ഇത് തൊലി പുറമേയുള്ള യുദ്ധമാണ്. ശരീരത്തിൻ്റെ നിലവാരത്തിൽ, ഇന്ദ്രിയ തലത്തിൽ മാത്രമേ ഉള്ളൂ. ഈ യുദ്ധത്തിന് അന്തരാത്മാവിൻ്റെ ആ തലത്തിൽ പ്രവേശിക്കാനുള്ള ശക്തിയില്ല. ഇവിടെ ശരീരം വീഴുന്നതൊഴികെ ഒറ്റ ആളുടെ ഉൾസത്ത ഇല്ലാതെയാവുന്നില്ല. ആ ജ്ഞാനമില്ലാത്തതിൻ്റെ പേരിലാണ് ഇവിടെ തളർച്ച വന്നിരിക്കുന്നത്. ഭീഷ്മന്റെ സാന്നിധ്യമോ, ദ്രോണന്റെ സാന്നിധ്യമോ, കൃപന്റെ സാന്നിധ്യമോ, ശല്യന്റെ സാന്നിധ്യമോ അല്ല നിങ്ങൾക്കുള്ള വിഷമം. ഇവിടെ വിഷമം മുഴുവനും ആ അവിനാശിയും നിത്യവും ശരീരിയും അപ്രമേയവുമായിരിക്കുന്ന ആത്മാവിനെ, ആ ഉൾസത്തയെ മനസ്സിലാക്കാത്തതാണ് നമുക്ക് വിഷമം. അത് മനസ്സിലാക്കാതെ ഇരുന്നാൽ ഇതുപോലെയുള്ള ഭ്രമം, മോഹം നിനക്ക് ഇനിയും ഉണ്ടാവും. അർജുനന് എന്തില്ലാത്ത കുറവാ? ഞാൻ മുമ്പിലും പറഞ്ഞു. ഭൗതികമായിട്ടുള്ള സ്വത്ത് എന്ത് വേണോ അതുണ്ട്. ഗാന്ധീവം, പാശുപതാസ്ത്രമുണ്ട്, മനോബലമുണ്ട്, ഉറക്കം ജയിച്ച് ദീർഘകാലം തപസ് ചെയ്യാനുള്ള ശക്തി, ഉൾബലമുണ്ട്, ബുദ്ധി കൊണ്ട് ധാരാളം അറിയാം, അസ്ത്രശസ്ത്ര വിദ്യ എല്ലാം ഉണ്ട്. അപ്പം ശരീരബലം, മനോബലം, ദേഹബലം, വാഗ്ബലം എല്ലാം ഉണ്ട്. ഉണ്ടായിട്ടും ഇവിടെ തളർന്നുല്ലോ. ആ തളർച്ചയ്ക്കുള്ള കാരണം എന്താ? ആത്മബലമില്ലാത്തതും ആത്മദൃഷ്ടിയില്ലാത്തതുമാണ്. ലോകദൃഷ്ടി നശ്വരമാണ്, ആത്മദൃഷ്ടിയോ അനശ്വരമാണ്. നശ്വര ലോകത്തിൽ വാഴണമെങ്കിൽ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നശ്വര ലോകത്തിൽ വാഴണമെങ്കിൽ അനശ്വരമായിരിക്കുന്ന ആത്മദൃഷ്ടി നമുക്ക് വേണം. അപ്പം എല്ലാ നശ്വര പ്രശ്നങ്ങൾക്കും, നശ്വരത്തെ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരമായി. അന്തവന്തയിമേ ദേഹാഹ നിത്യസ്യോക്താ ശരീരിണഃ അനാശിനോ പ്രമേയസ്യ തസ്മാത് യുദ്ധസ്വ ഭാരത. എത്ര അഴകായിട്ടാ പറയണത് കൃഷ്ണൻ. അതുകൊണ്ട് അർജുന, എൻ്റെ പൊന്നർജുന, കണ്ണിലുണ്ണി അർജുന, യുദ്ധം ചെയ്യൂ. യേനം വേത്തി ഹന്താരം യശ്ചൈനം മന്യദേഹതം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. അന്തിമ പ്രസ്താവനയാണ്. ഒരു സത്യമുണ്ട് പ്രപഞ്ചത്തിൽ. ആ സത്യം എന്താ? നായം ഹന്തി ന ഹന്യതേ. എല്ലാം കൂടിയുള്ള ഒരേ ഒരു അധിഷ്ഠാനം, അവിനാശിയായി സർവവ്യാപകമായിരിക്കുന്ന സത്താവിശേഷം മാത്രമേ ഇവിടെ ഉള്ളൂ. ആ സത്താവിശേഷം ഒരുത്തനെയും കൊല്ലുന്നില്ല, അത് ഒരുത്തനാലും കൊല്ലപ്പെടുന്നില്ല. കൊല്ലുക, കൊല്ലപ്പെടുക
ഇതൊക്കെ ഇന്ദ്രിയ തലത്തിലുള്ള സംസാരവും വീക്ഷണവുമാണ്. ശരീര നിലവാരത്തിൽ മാത്രമേ ഇതിന് സാധുത്വമുള്ളൂ. മനുഷ്യൻ ശരീരമല്ല, ശരീരിയാണ്. ദേഹമല്ല, ദേഹിയാണ്. ആ ബാഹ്യവസ്തുവല്ല, ആന്തര സാന്നിധ്യമാണ് മനുഷ്യൻ. ആ ആന്തര സാന്നിധ്യത്തിൻ്റെ നിലവാരത്തിൽ കൊല്ലലുമില്ല, കൊല്ലപ്പെടലുമില്ല. എന്നാൽ ഈ കൊല്ലുന്നു, കൊല്ലപ്പെടുന്നു, മരിക്കുന്നു, മരിച്ചു, പോയി, വന്നു, നഷ്ടം, കഷ്ടം, ഈ പറച്ചിലൊക്കെ എങ്ങനെ ഉണ്ടാവണു? അറിവില്ലായ്മ കൊണ്ട്, അജ്ഞാനം കൊണ്ട്, ഭ്രമം കൊണ്ട്, മോഹം കൊണ്ട്, തത്വവിചാരം ചെയ്യാത്തത് കൊണ്ട്, ബുദ്ധിയെ വേണ്ടതുപോലെ വിനിയോഗിക്കാത്തത് കൊണ്ട്, നശ്വര ലോകത്തെ നോക്കിക്കണ്ട് ഈ നശ്വരത എങ്ങനെ പ്രതിഭാസിക്കുന്നു ഇവിടെ എന്ന് അന്വേഷിച്ച് ചെല്ലാത്തത് കൊണ്ട്, വീണ്ടും വിചാരം എത്രയും മുമ്പ് വേണം ഉദിക്കാൻ, പിന്നീട് ഉദിച്ചിട്ട് കാര്യമില്ല. വസിഷ്ഠൻ പറയാണ്, ഉത്പന്ന പശ്ചാത്താപസ്യ ബുദ്ധിർ ഭവതി യാദൃശി താദൃശീ യതി ചേത് പൂർവം കസ്യന സ്യാത് മഹോദയ. എത്ര വിശേഷമായിട്ടുള്ള ശ്ലോക. എൻ്റെ പ്രേക്ഷകരെ, ഇതാണ് ഭാരതം, ഇതാണ് ഭാരതം. നിങ്ങൾ വിചാരിക്കുന്നതല്ലപ്പാ. പഞ്ചവത്സര പദ്ധതി കൊണ്ട് ഭാരതം ഉണ്ടാവില്ല. നമ്മുടെ സാംസ്കാരിക ഭാരതം പഞ്ചവത്സര പദ്ധതി കൊണ്ടല്ല ഉണ്ടാവുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഒരു പഞ്ചവത്സര സാധന രൂപപ്പെടുത്തണം. ആ ആസൂത്രണം ചെയ്ത് അത് പ്രയോഗിക്കൂ, നടപ്പിലാക്കൂ. അപ്പൊ ഭാരതം തന്നെ സംസ്കാരധന്യമാകും. പടക്കളത്തിലുള്ള സംസാരമാണിത്, പടക്കളത്തിലുള്ള സംസാരം. എന്തിനു വേണ്ടി? പട ചെയ്യിക്കാൻ, പൊരുതിക്കാൻ. പൊരുതാൻ വയ്യാതെ കുഴഞ്ഞു അർജുനന്. അർജുനൻ കുഴഞ്ഞു. ആ കുഴച്ചിൽ മാറ്റാൻ ഒരു വഴിയുമില്ല. ഗാണ്ഡീവം താഴത്ത് വീണു. പാശുപതാസ്ത്രം ഓർമ്മ വരില്ല. ബുദ്ധി പറയണു അരുത്. മനസ്സ് ചുറ്റിത്തിരിയണു, ചുഴലിക്കാറ്റായി. എന്നിട്ടുള്ള ഇരിപ്പാണ്. അതിൽ നിന്ന് അർജുനനെ വീണ്ടെടുക്കാൻ, നിവർത്തി നിർത്താൻ, ഗാണ്ഡീവം കയ്യിലെടുപ്പിക്കാൻ, ശത്രുക്കളെ നേരിടാൻ ഒരു വഴിയുമില്ല, ഒരു വഴിയുമില്ല. ഒരു കൊക്കോക്കോലയുമില്ല, ഒരു പെപ്സിയുമില്ല. അവിടെ ഒന്നിനും സാധിക്കില്ല. സാധിക്കുമോ? അത് ആത്മജ്ഞാനത്തിന് മാത്രമേ സാധിക്കുള്ളൂ, ആത്മോപദേശത്തിന് മാത്രമേ സാധിക്കുള്ളൂ. ആ വാക്കുകളിൽ മാത്രമേ അനശ്വരത, ആത്മബലം, ആത്മവിശ്വാസം, ഉൾമഹിമ, ധീരത, അചഞ്ചലത്വം, പർവ്വതത്തേക്കാൾ വലിയ അചഞ്ചലത്വം ഉണ്ടാവും. അതാണ് വിവേക ചൂടാമണിയിൽ പാടുന്നത്. ആര്? ശങ്കരാചാര്യൻ. ആകാശവല്ലേപവിദൂരഗോഹം. ഈ പാട്ടൊന്ന് പാടൂ, എന്നിട്ട് എന്തുണ്ടാവണമെന്ന് പറയൂ. ആകാശവല്ലേപവിദൂരഗോഹം. ആകാശത്തെ പോലെ സർവവിധ ലേപനങ്ങളിൽ നിന്നും വിദൂരസ്ഥനാണ് ഞാൻ. എന്നിൽ ഒരു വിധത്തിലുള്ള കറയോ കുറയോ ഏശില്ല. ആകാശത്തെ പോലെ നിർലിപ്തനാണ് ഞാൻ. ആകാശവല്ലേപവിദൂരഗോഹം ആദിത്യവത് ഭാസ്യവിലക്ഷണോഹം. ആദിത്യൻ എങ്ങനെയാ? സ്വയം പ്രകാശനാണ്. ആദിത്യനെ വെളിപ്പെടുത്താൻ ഇനി വേറെ ഒരു വസ്തു വേണ്ട. സൂര്യകിരണങ്ങളിലാണ് ലോകവസ്തുക്കൾ കാണുന്നത്. കണ്ടതിന് ശേഷം പിന്നെ സൂര്യനെ കാണാൻ വേറെ കിരണങ്ങൾ വേണോ? നിങ്ങളുടെ ടോർച്ച് വേണോ? സൂര്യപ്രകാശം ലോകത്തെ വെളിപ്പെടുത്തും. ലോകത്തെ വെളിപ്പെടുത്തുന്ന സൂര്യനെ പ്രകാശിപ്പിക്കാൻ വേറെ വല്ല പ്രകാശവും നിങ്ങൾക്ക് വേണ്ടല്ലോ. അതുപോലെ സ്വയം പ്രകാശമാണ് ഞാൻ. എന്നെ പ്രകാശിപ്പിക്കാൻ ലോകത്തിൽ ഒന്നുമില്ല. ഞാൻ ഏത് കൂരി ഇരുട്ടിലിരുന്നാലും ഞാനുണ്ടേ, ഒരു സംശയമില്ല, നമുക്കറിയാം. എല്ലാം മറന്നു, ബോധം കെട്ട് വീണു, ഉറങ്ങി. എന്നിട്ട് എണീറ്റിട്ട് പറയുക, ഞാൻ ഒന്നും അറിഞ്ഞില്ലേ, ഉറങ്ങിപ്പോയേ, എനിക്ക് ബോധക്ഷയം വന്നേ. അപ്പം ആ ബോധക്ഷയം നോക്കി കണ്ടതാരാ? നിങ്ങൾ ഉണർത്തിച്ചതാരാ? അതും ഞാനാണ്. അപ്പം ഞാനെ പ്രകാശിപ്പിക്കാൻ പിന്നെ വേറെ ഒന്നും വേണ്ടാന്ന്. ആദിത്യവത് ഭാസ്യവിലക്ഷണോഹം. എല്ലാ വിധത്തിലുള്ള ഭാസ്യവിലക്ഷണനാണ് ഞാൻ, ആദിത്യനെ പോലെ. അഹാര്യവത് നിത്യവിനിശ്ചലോഹം. വലിയ മഹാപർവ്വതം പോലെ ഒരു വിധത്തിലുള്ള ചാഞ്ചല്യമോ ഇളക്കമോ ഇല്ലാത്തവനാണ് ഞാൻ.
പർവ്വത സമം, ഹിമാലയ സമം, മഹാമേരു സമം. നിശ്ചലനാണ് ഞാൻ, നിശ്ചലൻ. ഒരു വിധത്തിലുള്ള ഇളക്കവും എനിക്കില്ല. അംബോധിവത് പാരവിവർജിതോഹം. സമുദ്രത്തിനെ പോലെ അതിർത്തിയില്ലാത്തവൻ, കരയില്ലാത്തവനാണ് ഞാൻ. ഒരു ഭാഗത്തു നിന്ന് സമുദ്രം പൊന്നുക്കിയാൽ അതിൻ്റെ 3 ഭാഗത്തും നമുക്ക് കര കണ്ടെത്താൻ സാധിക്കില്ല. അതുപോലെ കണ്ണടച്ച് ഉള്ളിൽ ഒന്ന് പൂഴ്ന്ന് ചെല്ലുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവനും എൻ്റെ ഉള്ളിലിങ്ങനെ ഒരു കുമള പോലെയാണ് പ്രകാശിക്കുന്നത്. ആകാശവല്ലേപവിദൂരഗോഹം ആദിത്യവത് ഭാസ്യവിലക്ഷണോഹം അഹാര്യവത് നിത്യവിനിശ്ചലോഹം അംബോധിവത് പാരവിവർജിതോഹം. കേൾക്കുന്നുണ്ടോ പ്രേക്ഷകരെ നിങ്ങൾ? ഇതാണ് ഭാരതത്തിലെ അമരഗാനം. അമരഗാനം, അമർത്യഗാനം, അനശ്വരതാഗാനം. ഈ ഗാനം കേൾക്കൂ, കേൾക്കൂ, കേൾക്കൂ. അത് ആസ്വദിക്കൂ, ആസ്വദിക്കൂ. മനസ്സിലുള്ള എല്ലാ ദുഃഖ ദുരിതങ്ങളും മാഞ്ഞ് തേഞ്ഞ് പമ്പ കിടക്കും. ഈ ഗാനം ഉള്ളിൽ ഉള്ളിടത്തോളം കാലം ഒരു തരത്തിലുള്ള സങ്കടവും നമുക്കുണ്ടാവില്ല. അപ്പൊ അർജുനന്റെ മനസ്സിലുള്ള വിഷമം തീരാൻ വേണ്ടി പറയാണ്, തസ്മാത് യുദ്ധസ്വ ഭാരത. അപ്പൊ ശരീരത്തിന് അന്തമുണ്ട്. അന്തമുള്ള ശരീരങ്ങളോടുകൂടി പൊരുതിയാൽ ഒരു തെറ്റുമില്ല എന്ന് പറയണു. അപ്പൊ പിന്നെ എൻ്റെ മനസ്സിൽ തെറ്റു തോന്നുന്നത് എന്തിനാ? പാപഭയം എന്തിനു വരണു എന്ന് അർജുനൻ സംശയിക്കുമ്പോൾ മറുപടി പറയാണ്, യേനം വേത്തി ഹന്താരം യശ്ചൈനം മന്യദേഹതം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. സത്യം എന്താണ് ഇവിടെ അർജുന? ഈ ഉൾപ്രകാശം, ഉൾ സാന്നിധ്യം ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. അത് കൊല്ലണൂല്ല, കൊല്ലപ്പെടുന്നുമില്ല. എന്നാ പിന്നെ മനുഷ്യർക്ക് എന്താ ഈ കുഴപ്പം? യേനം വേത്തി ഹന്താരം യശ്ചൈനം മന്യദേഹതം. ആരാണോ ഈ ഉൾസത്തയെ, ഈ ഉള്ളാത്മാവിനെ ഹന്താവായി കാണുന്നത്, ഹന്താവായി പരിഗണിക്കുന്നത്, മനസ്സിലാക്കുന്നത്, യശ്ചൈനം മന്യദേഹതം, ദാ വീണു, മരിച്ചു, കൊന്നു എന്നിങ്ങനെ ധരിക്കുന്നത്, കൊല്ലപ്പെട്ടു എന്നിങ്ങനെ ധരിക്കുന്നത്, ഉഭൗ തൗ ന വിജാനീതോ, അവർ രണ്ടുപേരും അജ്ഞാനഗ്രസ്തരാണ്, അജ്ഞാനത്തിൻ്റെ പിടിയിലാണ്. അവർ കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ സുയജ്ഞന്റെ കഥ? എന്താ പറഞ്ഞേ? പടക്കളത്തിൽ പെരണ്ടു വീണു. രാജ്യമാരെല്ലാവരും കൂടി വട്ടം കൂടിയിരുന്നു, കരയാൻ തുടങ്ങി. എൻ്റെ സുയജ്ഞ ചക്രവർത്തേ പോയില്ലോ, പോയില്ലോ. ആരായി പോയത്? ശരീരത്തിൻ്റെ ഉള്ളിലുള്ള എന്തോ ഒന്നാണ്. യമൻ ഒരു ചെറിയ കുട്ടിയായിട്ട് വന്ന് ചോദിക്കുക, നിങ്ങൾ ആരെക്കുറിച്ച് പറയണോ പോയില്ലോ എന്ന്? ആ ആൾ ഇരുന്ന സമയത്ത് നിങ്ങൾ കണ്ടുവോ? എന്താ മിണ്ടാത്തെ? ആ ആൾ ഇത്ര നാളും നിങ്ങളുടെ ഭർത്താവായി കൂടെ ഇരുന്നുവല്ലോ. ആ സമയത്ത് നിങ്ങൾ ഈ ശരീരത്തോടു കൂടിയുള്ള സമ്പർക്കമല്ലേ നിങ്ങൾക്ക് ഉണ്ടായുള്ളൂ. ഇപ്പൊ പോയി എന്ന് പറയുന്ന ആ ഉൾസാന്നിധ്യം പോകാതെ പ്രവർത്തനക്ഷമമായി ശരീരത്തിലുള്ളപ്പോൾ അതിനൊന്ന് കണ്ടുപിടിക്കാനോ അതിനൊന്ന് പുൽകാനോ നിങ്ങൾ പരിശ്രമിച്ചോ? ഇല്ല. ഇനി കുറേ കാലവും കൂടി നിങ്ങളുടെ കൂടെ ജീവിച്ചു എന്നുണ്ടെങ്കിൽ അപ്പോഴാണോ ഇനി കണ്ടുപിടിക്കാൻ പോണത്? അപ്പൊ ആര് പോയി എന്നാ പറയണേ? എവിടെ പോയി? ഇരുന്ന ആളെ നിങ്ങൾ കണ്ടുവോ? കണ്ടില്ല. പിന്നെ പോയി എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? ഇനിയെങ്കിലും നിങ്ങൾ അവനവൻ്റെ ഉള്ളിലുള്ളതെങ്കിലും കണ്ടുപിടിക്കാൻ നോക്കൂ, അതേ വഴിയുള്ളൂ എന്ന്. അപ്പോഴാണ് അവർക്ക് ഉൾക്കണ്ണ് തുറന്നത്. ശരി, ശരീരം കൊണ്ടുപോക്കോളൂ, ദഹിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. അവിടെയും ഈ ഗാനം തന്നെയാണ്. യേനം വേത്തി ഹന്താരം യശ്ചൈനം മന്യദേഹതം. ഈ ഒരൊറ്റ സ്വയം പ്രകാശം ഉള്ളുണ്ടല്ലോ, ആ ഉൾ സാന്നിധ്യം, അതിനെ ഹന്താവായി ആര് കാണുന്നുവോ, ഹനിക്കപ്പെട്ടവനായി ആര് കാണുന്നുവോ, ഹതനായി കാണുന്നുവോ, അവർ രണ്ടുപേരും സത്യമറിയുന്നില്ല. അപ്പൊ അർജുനന് വന്നിട്ടുള്ള ദുഃഖ ദുരിതങ്ങൾക്ക് കാരണം ഈ യുദ്ധമോ അതോ അനശ്വരത മനസ്സിലാക്കാത്തത് കൊണ്ട് വന്നതോ? ഇവിടെ അറിവും അറിവില്ലായ്മയും തമ്മിലാണ് യുദ്ധം. പുറത്തുള്ള യുദ്ധം ശരീരങ്ങൾ തമ്മിലാണ്. അറിവില്ലായ്മയാണ് ഇവിടെ തകരാറ്. അപ്പൊ പ്രബുദ്ധത വരുത്തണം, അതാണ് നമുക്ക് പരിഹാരം.
നായം ഹന്തി ന ഹന്യതേ. ഇതാണ് സത്യം, ഇതാണ് സത്യം. ഇത് നിങ്ങൾ എഴുതി വയ്ക്കിൻ. നായം ഹന്തി ന ഹന്യതേ. നമ്മുടെ വീട്ടിലെ എത്രയോ പേര് പൂർവ്വതലമുറക്കാരൊക്കെ ജനിച്ചു മരിച്ചു, ജനിച്ചു മരിച്ചു. സത്യത്തിൽ ഒരാളും ജനിച്ചിട്ടില്ല, ഒരാളും മരിച്ചിട്ടുമില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. കൃഷ്ണനെ ഭഗവാൻ ഭഗവാൻ എന്ന് പറഞ്ഞ് അങ്ങോട്ട് രക്ഷപ്പെടും. അദ്ദേഹം നമ്മെപ്പോലെ ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ നല്ല ജ്ഞാനിയ, ഒന്നാന്തരം യോഗിയ. പ്രാപഞ്ചിക ബുദ്ധിയുമുണ്ട്, ആധ്യാത്മിക ബുദ്ധിയുണ്ട്. മിടുക്കനാണ്. ക്ഷാത്രവീര്യത്തോടു കൂടി ജനിച്ചവനാ. അതുകൊണ്ട് ക്ഷാത്രകർമ്മങ്ങൾ എവിടെയൊക്കെ വേണമോ അതൊക്കെ ചെയ്തു. 15 കോടി ജനങ്ങളെയാണ് അദ്ദേഹം നശിപ്പിച്ചിരിക്കുന്നത്. ഒക്കെ ദുഷ്ടന്മാരാ. അപ്പൊ ദുഷ്ടത നീക്കാനും ഭൂമിയുടെ ഭാരം തീർക്കാനും വേണ്ടിയായിരുന്നു മനുഷ്യന്റെ ജന്മം എന്നാണ് പുരാണങ്ങൾ പറയുക. അപ്പൊ ആ കൃഷ്ണൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളെല്ലാം സ്വയം സംസാരിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആ കൃഷ്ണന്റെ കാലത്തും ഉണ്ടായിരുന്നു ഇവിടെ വേദോപനിഷത്തുക്കൾ. അവരെയൊക്കെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ച സംസ്കാരവും പാരമ്പര്യവും പൈതൃകവും കൃഷ്ണൻ ജനിച്ച നാട്ടിലും ഉണ്ടായിരുന്നു, എല്ലാ സ്ഥലത്തും ഉണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പഠിപ്പിച്ച അറിവൊക്കെ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് കഠോപനിഷത്തിലുള്ള പല ശ്ലോകങ്ങളും ഒരു രൂപഭേദത്തോടു കൂടി കൃഷ്ണൻ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് അങ്ങനെ ഒരെണ്ണാണ്. കഠോപനിഷത്ത് എന്താ പറയണേന്നറിയോ നിങ്ങൾക്ക്? ഹന്താചേൻ മന്യതേ ഹന്തും ഹതശ്ചേൻ മന്യതേ ഹതം ഉഭൗതൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. ആ ശ്ലോകത്തിന്റെ പകുതി മുഴുവനും മാറ്റാതെ കൃഷ്ണൻ പറഞ്ഞിരിക്കുക. ആദ്യത്തെ പകുതി മാത്രമേ അല്പം മാറ്റിയിട്ടുള്ളൂ. കഠോപനിഷത്തിൽ നചികേതസിനോട് യമധർമ്മരാജാവ് തന്നെ പറയുന്നത് എന്താ? ആരാ ഈ യമധർമ്മരാജാവ്? മരണാധിപൻ. എല്ലാവരെയും കൊന്ന് തൻ്റെ കലവറയിൽ അടക്കി വെച്ചിട്ടുള്ള ആളാണ്. ആ കലവറ തുറന്ന് കൊന്നിട്ടുണ്ടോ? അങ്ങ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? കലവറയിൽ എത്ര ആൾക്കാരുണ്ട്? എനിക്ക് തുറന്ന് കാണിച്ചു തരൂ എന്നാണ് പറഞ്ഞത്. ആര്? നചികേതസ്. കേട്ടപ്പോൾ യമൻ കിടുകിടാന്ന് പറിച്ചു. അത്ര കുഴപ്പമായില്ലോ. അപ്പം അത് ഒരാൾ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നില്ലല്ലോ. എന്താ കാരണം? ഈ കലവറ ഞാൻ തുറന്ന് കാണിച്ചാൽ മനസ്സിലാവും അവിടെ ഒരാളും ഇല്ലാന്ന്. അപ്പൊ എനിക്ക് ഒരു സ്ഥാനം ഉണ്ടാവില്ല ലോകത്തിൽ. ആരും മരിക്കണില്ല, ആർക്കും മരണമില്ല. യമൻ യമൻ എന്ന് പറഞ്ഞ് കൊന്നു കൊണ്ടുപോകണമെന്നൊരു പറച്ചിലും ഒരു പേടിയുമാണ്. മരണാനന്തരമുള്ള കാര്യം മനസ്സിലാവാത്തത് കൊണ്ട്. ഇവിടെ മരണരഹസ്യം മനസ്സിലാക്കണം എന്ന് പറഞ്ഞൊരു കുട്ടി വന്നിരിക്കുന്നു. അപ്പൊ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ് ആദ്യം നിരുത്സാഹപ്പെടുത്തി. ആ വലയിലൊന്നും വീഴാതെ ഉറച്ചു നിന്നപ്പോൾ അഭിനന്ദിച്ച് ആ കലവറ അങ്ങോട്ട് തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അതിലെ യമധർമ്മരാജാവ് പറയുന്നതാണ് ഈ ശ്ലോകം. ഹന്താചേൻ മന്യതേ ഹന്തും ഹതശ്ചേൻ മന്യതേ ഹതം. ഇപ്പൊ യുദ്ധം നടക്കുന്ന സമയമാണ്. അതിൽ ഞാൻ ഇത്ര ആളെ കൊന്നു എന്ന് പറഞ്ഞ ഒരാൾ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ, കൊല്ലപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഹനനക്രിയയെക്കുറിച്ചോ അതിന് വിധേയമായ ഭവിഷ്യത്തിനെ കുറിച്ചോ ആരെങ്കിലും വിചാരിച്ച് കൊല്ലുന്നു, കൊല്ലപ്പെട്ടു എന്നുള്ള ധാരണ, ഇതിലേത് ഒന്നായാലും രണ്ടായാലും അവർക്ക് രണ്ടു പേർക്കും സത്യമറിയില്ല എന്നാണ് പറയുന്നത്. ഈ ലോകമുണ്ടായിട്ടുള്ളത് ആർക്കും കൊല്ലാൻ വേണ്ടിയിട്ടല്ല. ഒരാൾക്കും ഇവിടെ കൊല്ലാൻ സാധിക്കില്ല, ഒരാളും കൊല്ലപ്പെടാനും പോകുന്നില്ല. ഇതൊക്കെ അനശ്വരമായ അവിനാശിയായ ഒരു വിശേഷപ്പെട്ട സത്താവിശേഷത്തിൻ്റെ സ്ഫുരണമാണ് ഇവിടെ എല്ലാ നശ്വരതകളിലൂടെയും പ്രകടമാകുന്നത്. നായം ഹന്തിന ഹന്യതേ, നായം ഹന്തിന ഹന്യതേ. ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ളവർ ചോദിക്കുക, സ്വാമിജി ഈ ഒരു ശ്ലോകം എങ്ങാനും ഉദ്ധരിച്ച് കൊല്ലാൻ ഒരു ലൈസൻസ് ആക്കി എടുക്കുമോ ഇത്? ഞാൻ പറഞ്ഞു, ഇതിന് ഉത്തരം ഞാൻ പറയാം. പക്ഷെ ഞാനിത് പറയുമ്പോൾ ഒരു വലിയ ദിവ്യതലത്തിലാണ് ഇത്ര നേരം സംസാരിച്ചത്. അതിനിങ്ങനെ ഒരു വ്യാഖ്യാനം വരുമോ എന്ന് പറഞ്ഞൊരു ഉദാഹരണമോ സരസമായിട്ട് എന്തെങ്കിലും പറയുകയോ ചെയ്താൽ പഞ്ചസാര പായസത്തിൽ ഉപ്പിട്ട മാതിരിയോ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളോ ഇങ്ങനെയുള്ള ചിന്താഗതികളോ ഇതിൻ്റെ മധ്യത്തിൽ അവതരിപ്പിക്കുന്നത് ഭൂമാനന്ദ സ്വാമിക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്കും ഇഷ്ടാവരുത്. നിങ്ങൾ അതിൽ നേരം പോക്കിനോ കൂരം പോക്കിനോ നോക്കുകയാണെങ്കിൽ ഇത് കേൾക്കാണ്ടിരിക്കുക നല്ലത്. എത്ര അമൃതാണ് ഈ പറയുന്നത്. പരീക്ഷത്തിനോട് 7 ദിവസം സംസാരിച്ചത് ഇരുന്ന ഇരിപ്പിൽ. പട്ടിണി കടന്ന് വെള്ളം കുടിക്കാതെ കാറ്റ് മാത്രം എടുത്തുകൊണ്ടാണ് പരീക്ഷത്ത് കേട്ടത്. അതിൻ്റെ ഇടയിൽ ഒരു തരത്തിലുള്ള നേരം പോക്കും തമാശ ഉണ്ടായിരുന്നില്ലല്ലോ. നിങ്ങൾ എന്താ വിചാരിക്കണേ? നിങ്ങളൊക്കെ ഇത്ര പതിരാണോ നമ്മുടെ പ്രേക്ഷകര്?
തർക്യതാം മാ കുതർക്യതാം. തർക്കിക്കാം, പക്ഷെ കുതർക്കം പാടില്ല. കുതർക്കം പാടില്ല. നമ്മുടെ ശാസ്ത്രം എന്ന് പറയുന്നത് ദുഷ്ടന്മാർക്ക് കൈകാര്യം ചെയ്യാനുള്ളതല്ല, ശിഷ്ടന്മാരുടെ മനസ്സമാധാനത്തിനാണ്. ദുഷ്ടന്മാർക്കുള്ള സമാധാനത്തിന് ശാസ്ത്രം പറയൂ എന്നൊരു പറച്ചിലില്ല. സമാധാനം ആർക്കാ വേണ്ടത്? മനസ്സ് പൊരിയുന്നവർക്കാ. ഒരു ദുഷ്ടനായി എന്നിരിക്കട്ടെ, ഞാൻ ചെയ്ത ദുഷ്ടത സഹിക്കുവയ്യല്ലോ എന്ന് പറഞ്ഞ് മനസ്സിന് പൊരിച്ചൽ വന്നാൽ അപ്പം അയാളോട് സമാധാനമാക്കി പറയാം. അല്ലാണ്ട് ദുഷ്ടന് ദുഷ്ടത ചെയ്യാൻ വേണ്ടി ഒരു ഭഗവത്ഗീതയില്ല. അത് ഭഗവത്ഗീതയാവില്ല, ആ ഗീത നിലനിൽക്കൂല. സാധാരണ ഒരു മർഡർ കേസ് നടന്നു അത്രേ നമ്മുടെ ഭാരതത്തിൽ. ആ മർഡർ നടന്ന് ശിക്ഷിക്കാനായിട്ട് പേപ്പേഴ്സും പ്രോസിക്യൂഷനും ഒക്കെ ആയി വളരെ പ്രൊസീഡിങ്സ് ഒക്കെ നടന്നു. നടന്നതിന് ശേഷം ആ കൊലപാതകം നടത്തിയവനുണ്ടല്ലോ, ആ കൊലപ്പുള്ളി, അദ്ദേഹം പറയുകയാണ്, ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് നായം ഹന്തിന ഹന്യതയെന്ന്. അതുകൊണ്ട് വാസ്തവത്തിൽ ഞാൻ ഹനനക്രിയ ചെയ്തിട്ടില്ല, മരിച്ചവൻ ഹനനത്തിന് വിധേയനുമായിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞു അത്രേ. അതുകൊണ്ട് നിങ്ങൾ എന്നെ ചാർജ് ചെയ്യരുതെന്ന്. ജഡ്ജ് നന്നായി കാതു കൊടുത്ത് കേട്ടു. എന്നിട്ട് പറഞ്ഞു, വളരെ ശരിയാണ് പറയണത്, ഞാൻ അംഗീകരിക്കുന്നു. താങ്കൾ കൊന്നിട്ടുമില്ല, ആ മരിച്ച പുള്ളി മരിച്ചിട്ടുമില്ല എന്നാണല്ലോ പറയുന്നത്. അതേ അടിസ്ഥാനത്തിൽ താങ്കളെ ഞാൻ കൊല്ലാനായിട്ട് തൂക്കിക്കൊല്ലാൻ വിധിക്കണു. ആ വിധിക്കുന്ന സമയത്ത് ഞാൻ വിധിക്കണമില്ല, തൂക്കിക്കൊല്ലുന്ന സമയത്ത് അങ്ങ് തൂക്കിക്കൊല്ലലിന് വിധേയനമാകുന്നില്ല എന്ന വിശ്വാസത്തിലാണ് വിധി എന്ന് പറഞ്ഞു അത്രേ. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, ഭാരതം, ഭാരതഭൂമി, ഭാരത സംസ്കാരം യുക്തിയിൽ വേവിച്ചെടുത്തതാണ്. യുക്തി എന്ന് പറയുന്ന ക്രൂസിബിൾ ഉണ്ടല്ലോ, അതിൽ വേവിച്ചെടുത്തതാണ് നമ്മുടെ തത്വശാസ്ത്രം. ഇതിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ആധുനിക ശാസ്ത്രത്തിന് എന്താണുള്ളത്? ഓബ്സർവേഷൻ ആൻഡ് ഇൻഫറൻസ്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നതും മനസ്സും ബുദ്ധി കൊണ്ട് ആലോചിക്കുന്നതും ഇങ്ങനെ രണ്ടെണ്ണമാണ്. ഇവിടെ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുമാർ പലരും ഉണ്ട്. അതിൽ ചിലർ എന്നോട് പറഞ്ഞതാ, ആറ്റം ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല എന്ന്. പക്ഷെ അവർ അറ്റോമിക് സയൻറ്റിസ്റ്റാണ്, ആറ്റത്തിനെ കണ്ടിട്ടില്ല അത്ര. അപ്പൊ പിന്നെ എന്താ കണ്ടിരിക്കുന്നത്? അനുമാനത്തിന് വിധേയമായി ആറ്റമുണ്ട് എന്നുള്ള നിഗമനത്തിൽ എത്തിയിട്ടുണ്ട്. അല്ലാണ്ട് ആറ്റത്തിന് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ ഒരു തരത്തിലുള്ള മോഡലും പ്രോസസ്സും ഒക്കെയാണ്. പക്ഷെ അവർ കാണുന്നതും കണ്ടതിൻ്റെ മുകളിലുള്ള നിഗമനങ്ങളുമാണ്. അതേമാതിരി ഇന്ദ്രിയ തലത്തിലുള്ള അനുഭവങ്ങളെ വച്ചുകൊണ്ട് അത് ക്രോഡീകരിച്ചുണ്ടാക്കി പരസ്പരം തുലനം ചെയ്ത് കോർത്തിണക്കി രാപ്പകൽ തത്വമനനം തത്വവിചാരം ചെയ്ത് കണ്ടെത്തിയിട്ടുള്ള സത്യങ്ങളാണ്. അത് കൃഷ്ണൻ ആദ്യമായി കണ്ടുപിടിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതിനാണ് കഠോപനിഷത്തിനെ ഞാൻ ഉദ്ധരിച്ച് ഇനിയും കഠോപനിഷത്തിലെ ശ്ലോകങ്ങൾ അദ്ദേഹം ഇനിയും പറയുന്നുണ്ട്. ഇവിടെ കൃഷ്ണൻ ഉള്ള കാലത്തും അതിനെ എത്രയോ മുൻപിലും നമ്മുടെ ഭാരതത്തിൽ നിലനിന്നു പോന്നിരുന്ന സാംസ്കാരിക തത്വമൂല്യ സിദ്ധാന്തങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. യേനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. സാധാരണ കഠോപനിഷത്തിൽ ഒരു വാക്കുണ്ട്, നാവിരതോ ദുശ്ചരിതാത് നാശാന്തോ നാസമാഹിത നാശാന്ത മാനസോ വാപി പ്രജ്ഞാനേനൈനമാപ്നുയാത്. ഈ ശാസ്ത്രം പറഞ്ഞു കൊടുക്കേണ്ടത് ആർക്കാ? ദുശ്ചരിതമുള്ളവർക്കല്ല. അവർക്ക് അതിൽ നിന്ന് മാറണം എന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കാം. ദുഷ്ടത ചെയ്യാൻ വേണ്ടി തുടർന്ന് ഞാൻ ദുഷ്ടനാവണം, അതുകൊണ്ട് എനിക്ക് അനുഗ്രഹം വേണം. അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഗുരുവായൂർ പോയിട്ട് കള്ളൻ വഴിപാട് നടത്തുക, പോലീസുകാരുടെ കണ്ണിൽ പെടരുതേ എന്ന് പറഞ്ഞ്. ഒന്നാം തരം കള്ളന, കാട്ടുകള്ളന. അങ്ങ് ഒരു വഴിപാട് കഴിച്ചത് കൊണ്ട് ഈശ്വരൻ പോലീസുകാരിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പോലീസുകാരും അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് വലിയ നിർബന്ധമായി, ഇവൻ വലിയ കള്ളനാ, പിടികിട്ടുന്നില്ല, കുറേ കാലമായി. അവസാനം അവർ നോട്ടീസ് തന്നിരിക്കുകയാണ്, ഇത്ര ദിവസത്തിനുള്ളിൽ പിടിക്കണമെന്ന്. എൻ്റെ ഈശ്വര, വല്ല വിധത്തിലും ഞങ്ങൾക്ക് സഹായിക്കണേ എന്ന് പറഞ്ഞ് അവരും വഴിപാട് നടത്തും. ഗുരുവായൂരപ്പൻ ആരെയാ സഹായിക്കുക? നിങ്ങൾ തന്നെ പറയും. അപ്പോൾ ഒരു അലിഖിത വ്യവസ്ഥയുണ്ട് ഇവിടെ. ഈ സിദ്ധാന്തം ചർച്ച ചെയ്യുന്നത് ആർക്കാ? അർജുനന്. എന്തുകൊണ്ടാ? ഒരു ധർമ്മയുദ്ധം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് പേടിച്ച് പരിഭ്രമിച്ച് പാപഭയം കൊണ്ട് പിന്മാറിയിരിക്കുക. ആ യുദ്ധം ചെയ്യേണ്ട ആവശ്യമുണ്ടവിടെ. കൃഷ്ണൻ വിളിച്ചിട്ട് വന്നതൊന്നുമല്ല, എല്ലാവരും ഒറ്റയ്ക്ക് വന്നവരാ. അവരോടുകൂടി പടപൊരുതണം എന്ന് പറയാൻ മടിച്ചു നിൽക്കുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്,
ഉറങ്ങിക്കിടക്കണ അർജുനനെ എണീറ്റ് നമുക്കൊരു യുദ്ധം ഉണ്ടാക്കുക, പോവുക, കൊല്ലുക എന്നല്ല പറയണത്. അർജുനൻ ഉണ്ടായിരുന്നില്ലെങ്കിലും ഈ യുദ്ധം നടക്കുമായിരുന്നു. അനവധി ആൾക്കാർ പങ്കെടുത്താലല്ലേ യുദ്ധം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സത്യം. അധ്യാത്മ ഉപദേശം മുഴുവനും നിങ്ങൾ മനസ്സിലാക്കണം. ഭക്തന്മാർക്കും ജിജ്ഞാസുക്കൾക്കും ലോകത്തിൽ നന്മ വേണം, മൂല്യം വേണം, തത്വം വേണം, സിദ്ധാന്തങ്ങളോടുകൂടി ജീവിക്കണം എന്ന് പറഞ്ഞ് വ്യവസ്ഥാപിതമായ ഒരു ജനസമാജം വളർന്നു കാണണം എന്ന് വിചാരിക്കുന്നവർക്കാണ്. അതിനാണ് ഈ തത്വമൂല്യ സിദ്ധാന്തങ്ങൾ മുഴുവനും. തത്വമൂല്യ സിദ്ധാന്തങ്ങൾ അനുസരിക്കുന്ന ജനസമുദായമേ ഭദ്രമായി നല്ല കൂട്ടായ്മയോടുകൂടി വാഴുള്ളൂ. അല്ലാതെ ഇത് ദുഷ്ടന്മാർക്കുള്ള ലൈസൻസ് അല്ല. ഡെവിൾ കോട്ടിങ് ദ സ്ക്രിപ്റ്റേഴ്സ്, ഇംഗ്ലീഷിലൊരു പ്രോവർബുണ്ട്. ഡെവിൾ എന്ന് പറഞ്ഞാൽ ആരാ? ഒരു ഭൂതമോ പിശാചോ ആയിക്കോട്ടെ. അത് വേദം കോട്ട് ചെയ്യൂ അത്രേ അതിൻ്റെ കാര്യങ്ങൾ നടത്താൻ. അതിൽ വല്ല അർത്ഥമുണ്ടോ? അപ്പം നമ്മുടെ ശാസ്ത്രം ആര് പറയണം, ആരോട് പറയണം, എന്തിന് പറയണം, എങ്ങനെ പറയണം, ഇത് വലിയ ഒരു ചർച്ചയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പഞ്ചസാര പായസത്തിൽ ഉപ്പും പുളിയും ചേർക്കുന്ന മാതിരിയാണ് ഞാൻ ഇങ്ങനെയുള്ള ചില്ലറ കാര്യങ്ങൾ പറയുമ്പോൾ. അത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കരുത് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നു. ആദ്യമായി കൃഷ്ണൻ പറയാൻ കണ്ടതാണ് സാഖ്യതത്വം. 18 അധ്യായങ്ങളുണ്ട്, മനസ്സിലാക്കണം. അതിൽ തുടക്കത്തിൽ തന്നെ അവതരിപ്പിക്കുകയാണ് സാഖ്യതത്വം. എന്താ ഈ സാഖ്യതത്വം? പരമാത്മതത്വം, ആത്മതത്വം. ആത്മതത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എന്ന വാക്കുകൊണ്ട് നാം സൂചിപ്പിക്കുന്നത് എന്തോ അതാണ് ആത്മാ. ആ ആത്മാ അപ്പം എവിടെയാ? ശരീരത്തിൻ്റെ ഉള്ളിൽ, ശരീരത്തോടു കൂടി ബന്ധപ്പെട്ട് കിടക്കുന്നു. ആ ആത്മാവിനെ പറ്റി പറയേണ്ട ആവശ്യം എന്താ? നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ജീവിതം അനുഭവാത്മകമാണ്. ആ അനുഭവത്തിൽ ഒരു ഭാഗത്ത് നമ്മുടെ ഇന്ദ്രിയങ്ങളും മറുഭാഗത്ത് ലോകവസ്തുക്കളുമാണ്. ആ ലോകവസ്തുക്കൾ മുഴുവനും പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടായതുമാണ്. ഈ പഞ്ചഭൂതങ്ങൾക്കൊന്നിനും തന്നെ ഉണർവോ ചേതനയോ ബോധമോ ഇല്ല. അപ്പം പിന്നെ ബോധമുണ്ടെങ്കിൽ അതെവിടെയാ? ജീവജാലങ്ങൾ, സസ്യലതാദികളിൽ. എത്ര ഗ്രഹങ്ങളുണ്ട് സസ്യലതാദികളും ജീവലതാദികളും? ഭൂമി അങ്ങനെയുള്ള ഒന്നാണ്. ഇനി ഭൂമിയെപ്പോലെ ഇനി ഒരു ഭൂമി ഉണ്ടോയെന്ന് അറിയില്ല. ഇതേവരെ അന്വേഷിച്ചിടത്തോളം കണ്ടെത്തിയിട്ടില്ല. അപ്പം അതൊന്ന് നമുക്ക് മനസ്സിലാക്കിക്കൂടെ? കോടാനുകോടി ലക്ഷോപലക്ഷം ഗോളങ്ങൾ അന്തരീക്ഷത്തിലുള്ളതിൽ ഒരു ഭൂമിയിലാണ് പ്രാണൻ എന്ന് പറയുന്ന ഒരു പ്രസരണം നടക്കുന്നത്. ആ പ്രാണപ്രസരണമുള്ള എല്ലാ ജീവജാലങ്ങളിലും വെച്ച് ഏറ്റവും ഉത്കൃഷ്ടനാണ് മനുഷ്യൻ. മനുഷ്യജീവന്റെ ഔത്കൃഷ്ട്യം എവിടം കൊണ്ടാ? ദ്രവ്യത്തിലും ഊർജത്തിലും. ഈ 2 മേഖലയിലല്ല. പഞ്ചഭൂതങ്ങൾ മുഴുവനും ദ്രവ്യോർജങ്ങളാണ്. അവയ്ക്ക് ഒന്നിനും ചേതനയില്ല, അചേതനങ്ങളാണവ. അപ്പോൾ സചേതനവും അചേതനവും കൂടി തുലനം ചെയ്താൽ ഏതാണ് മേലെ? സചേതനം. ആ സചേതനത്തിൽപ്പെട്ടതാണ് ജീവജാലങ്ങളും പ്രാണനുള്ളതും ഒക്കെ. ആ പ്രാണനുള്ള ജീവജാലങ്ങളിൽ എല്ലാറ്റിലും വെച്ച് മികച്ചതാണ് മനുഷ്യജന്മം. എന്തുകൊണ്ടാ? ശരീരം കൊണ്ടല്ല, ദ്രവ്യം കൊണ്ടല്ല, ഊർജം കൊണ്ടുമല്ല, നമ്മുടെ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഉണർവ് കൊണ്ടാണ്. അപ്പം ആ ഉണർവാണ് ഈ പാഞ്ചഭൗതികമായ പ്രപഞ്ചത്തിൽ മറ്റെല്ലാറ്റേക്കാളും ഉത്കൃഷ്ടം. എന്നാലോ അത് ദൂരത്തോ സമീപസ്ഥോ? ഏറ്റവും സമീപസ്ഥമാണ്, ശരീരത്തിൻ്റെ ഉള്ളിലാണ്. അപ്പം ശരീരത്തിൻ്റെ ഉള്ളിൽ നുഴഞ്ഞിറങ്ങി ഈ ഞാൻ എന്ന് പറയുന്ന ആ വാക്കുണ്ടല്ലോ, ആ സർവനാമ ശബ്ദം, അത് സൂചിപ്പിക്കുന്ന തത്വമെന്തോ, സാന്നിധ്യമെന്തോ, സിദ്ധാന്തമെന്തോ അത് കണ്ടുപിടിക്കണം. എന്തിനാ അത് കണ്ടുപിടിക്കണേ എന്ന് ചോദിച്ചാൽ അർജുനൻ പറഞ്ഞു, കാർപ്പണ്യദോഷോപഹത സ്വഭാവ എന്ന്. കാർപ്പണ്യദോഷം എന്നെ പിടിപെട്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് ധർമ്മഗതി ഏതാ എന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ആവശ്യം ശ്രേയസ്സാണ്, അത് ഉപദേശിച്ചു തരണം. അല്ലെങ്കിൽ ചുട്ടുനീറ്റമാണ് ദേഹത്തിൽ, സഹിക്കുവയ്യാത്ത ദുഃഖം. ഇത്രയും വ്യക്തമാക്കിയ അർജുനനോട് ഈ സാഖ്യതത്വം അല്ലാതെ വേറെ എന്താ പറയുക? ആത്മാ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ നമ്മളിൽ നിന്ന് ദൂരമാണെന്ന് മാത്രമല്ല അചേതനമാണ്. അതുകൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇപ്പോൾ സ്വർണം കിട്ടിയാൽ സമാധാനം വരുമോ? സന്തോഷമുണ്ടാവുമോ? സ്വർണത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ മനസ്സ് രചിക്കുന്നതാണ്, ഒരിക്കലും ഉണ്ടാവില്ല. ബാഹ്യവസ്തുക്കള് അചേതനം ചേതനാഹീനമാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു നേട്ടം, ശ്രേയസ് ഉണ്ടാകണമെങ്കിൽ ആ ശ്രേയസ് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ തെരഞ്ഞെടുക്കണം. അതിനുള്ള വഴിയാണ് ഈ സാഖ്യം.
അപ്പൊ ആ സാഖ്യതത്വമാണ് ഉപദേശിക്കുന്നത്. മാത്രമല്ല അർജുനന് അനവധി ആൾക്കാരോട് കൂടി പൊരുതേണ്ടി വരും. ആരോടൊക്കെ പൊരുതിയോ അവരൊക്കെ കൊല്ലപ്പെടാൻ പോവുകയാണ്. അങ്ങനെ എല്ലാവരും മരിക്കുക മരിക്കുക മരിക്കുക, പ്രതിദിനം മരണം നടക്കാൻ പോണത്. അപ്പൊ ആ മരണത്തിനെ താണ്ടി വയ്ക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അമരമാണ്, അമർത്യമാണ് മനുഷ്യന്റെ സത്യം, അല്ലെങ്കിൽ മനുഷ്യന്റെ ഉൾപ്പൊരുൾ എന്നറിയണം. അതറിയുന്നവരെ ശ്രേയസ് കിട്ടൂല, നമുക്ക് സമാധാനവും ഉണ്ടാവില്ല. അതാണ് നായം ഹന്തിന ഹന്യതേ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചത്. യേനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേഹതം ഉഭൗതൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. അർജുനന്റെ ദുഃഖം എന്തുകൊണ്ടാ? ഇവരെല്ലാവരും കൊല്ലപ്പെടൂല്ലോ, ഞാനൊരു ഘാതകനായിത്തീരുമല്ലോ എന്നാണ് വിഷമം. അപ്പം മരണത്തിന് കാരണമാവും ഞാൻ എന്നാണ് പറയുന്നത്. മരണമില്ല എന്ന് മനസ്സിലാക്കുന്നത് വരെ ഈ മരണദുഃഖം ഉണ്ടാവും. ഇവിടെ ഭയപ്പെടാനൊന്നുമില്ല, മരണം എന്നൊരു സ്ഥിതിയേ ഇല്ല. ആ മരണത്തിന് അതീതമാവണം മനസ്സ്, മരണഭയം പോണം. അത് പോകാൻ വേണ്ടിയാണ് ആദ്യം തന്നെ ഈ സാഖ്യം ഉപദേശിക്കുന്നത്. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലും ദാർശനിക ചിന്തയിലും എല്ലാം കൂടിയിട്ടുള്ള ആ കേന്ദ്ര ബിന്ദുവാണ് ഈ പരമാത്മതത്വം. പരമാത്മതത്വം അത് അവനവൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ആർക്കും അത് വിദൂരസ്ഥമാണെന്ന് പറഞ്ഞുകൂടാ. ഇപ്പോൾ സ്വർഗമാണ് മരണാനന്തരേ കിട്ടുള്ളൂ, വൈകുണ്ഠമാണ് എവിടെയോ ആണ്, കൈലാസമാണ് വേറെ എവിടെയോ, പാതാളം, ഇന്ദ്രലോകം, ചന്ദ്രലോകം ഇതൊക്കെ ദൂരെ ദൂരെ എവിടെയോ കിടക്കുകയാണ്. എന്നാൽ ആത്മലോകം, ആത്മസാമ്രാജ്യമോ ശരീരത്തിൻ്റെ ഉള്ളിലാണ്. അത് എല്ലാവർക്കും ഒരുപോലെ പ്രവേശം. സ്ത്രീ ആയാലും പുരുഷനായാലും, ഹിന്ദു ആണെങ്കിലും അഹിന്ദു ആണെങ്കിലും, ഏത് മതത്തിൽപ്പെട്ടവനായാലും ശരീരമൊക്കെ പാഞ്ചഭൗതികമാണ്. ഒരാളുടെ രക്തം വേറൊരാൾക്ക് കൊടുക്കാമല്ലോ. ഒരു ഹിന്ദു എന്ന് പറയുന്ന ആളുടെ രക്തം അതേ ഗ്രൂപ്പിലുള്ള ക്രിസ്ത്യാനിക്കോ മുസ്ലിമിനോ കൊടുത്തുകൂടെ? മറിച്ചു ആയിക്കൂടെ? അപ്പം നമ്മുടെ ശരീരത്തിന് ഒരു ഏകതാനതയുണ്ട്. അതേമാതിരി നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഉണർവ് ശുദ്ധബോധമായിരിക്കുന്ന ഈ ആത്മാവുണ്ടല്ലോ, അത് ഒന്നേ ഒന്നാണ്. വെറും ഏകരൂപം ഏകതാനത എന്നും കൂടിയല്ല, ഒറ്റ ഒന്നാണത്. അപ്പം അത് പാടി അസലായിട്ട് ഉറപ്പിക്കുകയാണ് കൃഷ്ണൻ. അപ്പം ഈ സാഖ്യതത്വത്തിൻ്റെ പ്രസക്തി നിങ്ങളെല്ലാവരും നല്ല പോലെ മനസ്സിലാക്കണം. അപ്പം നായം ഹന്തിന ഹന്യതേ, അത് കൊല്ലുന്നുമില്ല കൊല്ലപ്പെടുന്നുമില്ല. അതെന്താ അങ്ങനെ പറയണത് കൃഷ്ണ? കൊല്ലണമില്ല കൊല്ലപ്പെടണമില്ല. ഇവിടെ നടക്കാൻ പോകുന്നത് വധമാണ്. അന്യോന്യം പോരാടുകയാണ്. ആ പോരാടുന്നതിൽ ഒരു വകുപ്പ് കൊല്ലും, മറ്റേ വകുപ്പ് കൊല്ലപ്പെടും. അത് രണ്ടും ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ. എന്താ കാരണം? ഈ നടക്കുന്നത് ശരീരങ്ങൾ തമ്മിലാണ്. ശരീരമാണോ മനുഷ്യൻ? അല്ല, ശരീരിയാണ്. ആരും പറയില്ല ഞാനൊരു ശരീരമാണെന്ന്. എല്ലാവരും പറയണത് എനിക്കൊരു ശരീരമുണ്ട് എന്നേ പറയുള്ളൂ. അപ്പം ഞാൻ ആരാ? ശരീരമല്ലാത്തൊരാൾ. എനിക്കൊരു മകനുണ്ട് എന്ന് പറയുമ്പോൾ മകൻ ഞാനല്ലല്ലോ. എനിക്ക് 2 വീടുണ്ട്, 2 വീട് ഞാനല്ലല്ലോ. എൻ്റെ കയ്യിലൊരു വാച്ചുണ്ട്, ആ വാച്ച് ഞാനല്ലല്ലോ. ഞാൻ ഇട്ടിട്ടുള്ള ഷർട്ടും ഡ്രസ്സും നമ്മളല്ലല്ലോ. അപ്പം ഞാൻ എന്ന് പറയുന്ന ആ കർത്തൃഭാവത്തിൽ കർത്താക്രിയ കർമ്മം എന്ന് പറയുമല്ലോ, ആ കർത്തൃഭാവത്തിൽ നിൽക്കുന്ന ഒന്നുണ്ട്. ആ ഒന്ന് എപ്പോഴും ശരീരമല്ല. അപ്പം അതിനെപ്പറ്റി കൃഷ്ണൻ പാടി ഉറപ്പിക്കുക. എനിക്ക് തോന്നുന്നു ഭഗവത്ഗീതയിൽ 700 ശ്ലോകമുള്ള ഭഗവത്ഗീതയിൽ ഈ 2-ാം അധ്യായത്തിലെ 20-ാം ശ്ലോകമാണ് നാം ഇങ്ങനെ പാടി 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 കേൾക്കേണ്ടതും സ്മരിക്കേണ്ടതും അനുസന്ധാനം ചെയ്യേണ്ടതും അനുധാവനം ചെയ്ത് സാക്ഷാത്കരിക്കേണ്ടതും. ന ജായത്തെ മ്രിയത്തെ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഇതെന്താണ് ഈ ശ്ലോകം? ഭഗവത്ഗീതയിൽ 2-ാം അധ്യായത്തിൽ 20-ാം ശ്ലോകം. ആരാ എഴുതിയത്? വ്യാസദേവൻ. എപ്പോ? 5151 കൊല്ലം മുൻപ്. എന്താ എഴുതാൻ കാരണം? മഹാഭാരതത്തിൽ നടന്ന യുദ്ധം മുഴുവനും വിവരിക്കേണ്ടി വന്നു. അതെന്തുകൊണ്ടാ? ഹസ്തിനപുരമുണ്ടല്ലോ, ആ ഹസ്തിനപുരത്തിലുള്ള വംശം അധപ്പതിച്ച് സഹോദരന്മാർ തമ്മിൽ തന്നെ ശത്രുതയായി പടപൊരുതാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു രാജവംശം നശിക്കണമെങ്കിൽ എന്താ? രാജാക്കന്മാർ തമ്മിൽ പടപൊരുതിയിട്ടാണ് നശിക്കുക. രാജാക്കന്മാരെ വേറെ ആരും വന്ന് യുദ്ധം ചെയ്യാൻ പറ്റില്ല. അതേപോലെ സമാനന്മാരെ യുദ്ധം ചെയ്യുള്ളൂ. ഇപ്പൊ കൃഷ്ണന്റെ കുലം നശിച്ചത് എങ്ങനെയാ? അവർ തമ്മിൽ വഴക്കടിച്ചു. മുളമ്പെട്ടിൽ തീ വന്ന് നശിക്കുന്നത് പോലെ നശിപ്പിക്കും എന്നാണ് കൃഷ്ണൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഹസ്തിനപുരത്തിന്റെ ചരിത്രം എഴുതാൻ പുറപ്പെട്ട്
അതുവഴി മനുഷ്യരാശിക്ക് മുഴുവനും ജീവിതം എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഉൾച്ചുരുളുകൾ എത്രയുണ്ട്, എങ്ങനെയുണ്ട്, ഇതെല്ലാം കൂടി മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ ഉള്ളിൽ ഇറങ്ങിച്ചെന്ന് അതിൻ്റെ ഉൾത്തലങ്ങൾ മുഴുവൻ വിരിച്ച് വിരിച്ച് വിടർത്തി അങ്ങോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് മഹാഭാരതത്തിൽ. ഒരു മനുഷ്യൻ്റെ സ്വഭാവം, പെരുമാറ്റം, സമ്പർക്കം, മനസ്സും ബുദ്ധിയും കൂടി രചിക്കുന്ന വൃത്തികൾ എന്തെല്ലാം, അത് എവിടം തൊട്ട് എവിടം വരെ ഉണ്ടാവാം എന്നിങ്ങനെ വ്യക്തിയവും കുടുംബീയവും സമാജീയവും രാഷ്ട്രീയവും വിശ്വവ്യാപകമായിട്ടും എല്ലാ വിധത്തിലും പ്രകൃതിയെ ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു വിശേഷപ്പെട്ട ഗ്രന്ഥമാണ് മഹാഭാരതം. അതിൽ മഹാഭാരത യുദ്ധം വർണ്ണിക്കുന്ന സമയത്താണ് വേദവ്യാസൻ ഇത് എഴുതിയിരിക്കുന്നത്. അപ്പം 5151 കൊല്ലം മുൻപ് നടന്ന കാര്യം എഴുതി വെച്ചത് നമ്മുടെ രാജ്യത്തിൽപ്പെട്ട നമ്മുടെ പൂർവികർ ഇതേവരെ പോകാതെ സൂക്ഷിച്ചു. ഞാൻ നീർപ്പോളം പിടിപെട്ടപ്പോൾ കൽക്കട്ടയിൽ എൻ്റെ ഒരു മുറിയിലിരുന്ന് വാതിലടച്ച് ഇതിങ്ങനെ വായിക്കുക. ഒരു വിശേഷപ്പെട്ട നഗരത്തിൽ ഞാനൊരു മുറിയിലിരുന്നിട്ടാണിത് വായിക്കുന്നത്. ആ വായിക്കുന്നത് സംഭവിച്ചതോ 5151 കൊല്ലം മുൻപാണ്. ഇതാണ് ഭാരതം. ഭാരതം ഭാരതം നീർപ്പോളൊക്കെ അവിടെ മാറിപ്പോയി, വേദന അറിയില്ല. ഈ വായിക്കുന്ന ശ്ലോകത്തിലും അതിലുള്ള അർത്ഥവും അതിൽ നിന്ന് കിട്ടുന്ന ആവേശവും ഉജ്ജ്വലതയുമായി ദേഹത്തിലും മനസ്സിലും മുഴുവനും. അങ്ങനെ എത്ര തവണ ഞാൻ ഈ ശ്ലോകം ചൊല്ലിയിട്ടുണ്ടാവും എന്നറിയാമോ? എനിക്ക് പറയാൻ പറ്റില്ല. എന്താണ് നായം ഹന്തിന ഹന്യതേ എന്ന് പറഞ്ഞത് അർജുന? അതിന് ഒരു വിധത്തിലും ഹനനക്രിയയ്ക്ക് വിധേയമാവില്ല. കൊല്ലുന്നതിന് ഇരയുമല്ല, കൊല്ലുക എന്നുള്ള പ്രവൃത്തിയും ചെയ്യുന്നവനല്ല. ഇത് രണ്ടുമില്ല എന്നാണ് പറയുന്നത്. അപ്പം നാം ഈ കാണുന്ന ഭൗതിക വിസ്താരങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മുഴുവനും ഉണ്ടായി എവിടുന്ന് എന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ, എവിടെ പരിസമാപിക്കുന്നു എന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഈ ഭൗതികത്വമൊക്കെ പോയി ആത്മീയത മാത്രമേ അവിടെ ബാക്കി നിൽക്കുന്നുള്ളൂ. ആധ്യാത്മികത.